ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ താമര എങ്ങനെ നടാം എന്നുള്ളതാണ്. താമര എങ്ങനെ നടാമെന്നുള്ളതും അതുപോലെ തന്നെ ആദ്യമൊക്കെ അതിന് എന്ത് കെയറാണ് കൊടുക്കേണ്ടതെന്നുള്ളതും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ ഈ ഫസ്റ്റ് ഞാനിവിടെ എടുത്തുള്ള ഒരു 35-40 ലിറ്ററിൻ്റെ ഒരു ടബ്ബാണ് കേട്ടോ. ഈ ടബ്ബ് നമുക്ക് നഴ്സറികളിലൊക്കെ ആണെങ്കിൽ 150 രൂപയും അതുപോലെ തന്നെ അല്ലാണ്ട് പുറത്ത് ഈ വഴിയരികിലൊക്കെ കച്ചവടക്കാരുണ്ടല്ലോ അവരോടാണെങ്കിൽ 100 രൂപ. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കട ഉണ്ടാക്കുന്ന എറണാകുളത്തൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കടകളുണ്ട്, അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് 50 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടബ്ബാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് ആട്ടിൻകാട്ടാണ് ഇട്ടിട്ടുള്ളത്, ആട്ടിൻ ചാണകമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചാണകം ഇടുന്നത് ആണ് നമ്മുടെ താമരയ്ക്ക് കൂടുതൽ നല്ലത്. പശുവിൻ ചാണകത്തെ കഴിഞ്ഞും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ആട്ടിൻ ചാണകം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ്റെ ഉണക്ക ചാണകം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ഇട്ടു. അതിനുശേഷം ഇതാണ് നമ്മുടെ മോളി ചേച്ചി കേട്ടോ, എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വീട്ടിലെ കുഞ്ഞു ഹെൽപ്പിനൊക്കെ വരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ടബ്ബ് നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മണ്ണ് കൊണ്ടുവന്നിട്ടു, അതിൻ്റെ മുകളിൽ അതായത് നമ്മൾ ആട്ടിൻകാട്ട ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ടു. അപ്പോൾ അതിന് മുമ്പായിട്ട് അതായത് ഈ ആട്ടിൻകാട്ട ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കൈ എല്ലുപൊടി സാധാരണ ലെവലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലുപൊടി ശരിക്കും ഇല്ലാത്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ആ എല്ലുപൊടി ഇടാത്തത്. ഇനി നമ്മുടെ മോളി ചേച്ചി എങ്ങനെയാണ് താമര നടുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ടപ്പെടുത്തു, ഈ ചാണകപ്പൊടി ഇട്ടു, ചാണകപ്പൊടി ഇട്ടേച്ച് എല്ലുപൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിട്ടില്ല. മണ്ണിട്ടു, മണ്ണിട്ടിട്ട് മണ്ണ് മുക്കാലായി അല്ലേ, മുക്കാ ഭാഗം മണ്ണിട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് താമര നടുക. ഓക്കെ, സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടബ്ബൊക്കെ മണ്ണിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ദിവസം മുമ്പേ വാങ്ങി വെച്ചിരുന്ന റാണി റെഡ് എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂബറാണ് ഞാനിന്ന് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ മണ്ണ് നിറച്ച് സെറ്റാക്കി വെച്ചുള്ള നമ്മുടെ ടബിലേക്ക് നടാം. ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ താമര നടുന്നത്. കാരണം വെള്ളം ഒഴിച്ച് ചെളിയാക്കിയിട്ട് നടന്നേ കഴിഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ താമര നടുമ്പോൾ എപ്പോഴും നമ്മൾ സൈഡ് മാത്രമേ നടാവുള്ളൂ. കാരണം താമരയുടെ ട്യൂബർ എന്ന് പറയുന്നത് അടിയിലേക്ക് പോയിട്ട് സൈഡ് വഴി കേട്ടോ ഓടുക. അതുപോലെ നമ്മൾ വളം വെച്ച് കൊടുക്കുന്നത് നടുക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് വഴിയാണ് നമ്മൾ താമരയുടെ ട്യൂബർ ആണെങ്കിലും റണ്ണർ ആണെങ്കിലും ഒക്കെ സെയിം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രോയിങ് ടിപ്പുകൾ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണ് ഫുള്ളായിട്ട് മൂടി ആ ഒരു രീതിക്ക് ഇടരുത്. ഗ്രോയിങ് ടിപ്പ് ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഇടാൻ. എന്നാൽ തീരെ ഇടാതെ ഇരിക്കുകയും ചെയ്യരുത്, കാരണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്യാവശ്യം ഗ്രോയിങ് ടിപ്പ് മാത്രം മുകളിൽ നിർത്തി നന്നായിട്ടൊന്ന് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു താമരയുടെ ലീഫ്, അതായത് നേരെ നമ്മൾ ഏത് സൈഡിലാണോ നട്ടാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ലീഫ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. അപ്പോൾ നേരിട്ട് നമ്മൾ വെള്ളം ഓസിട്ട് ഒഴിച്ച് കൊടുക്കുന്നേ കഴിഞ്ഞും നല്ലത് ഇതുപോലൊരു പാത്രം വെച്ചിട്ട്, പാത്രമോ അല്ലെന്നുണ്ടെങ്കിൽ ലീഫോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് പതിയെ അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഈ ടബ്ബ് ഫുള്ളായിട്ടൊന്ന് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിറച്ച് തന്നെ വെള്ളം നിർത്തുക കേട്ടോ, അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഒരു 2-3 ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, കാരണം ട്യൂബറൊക്കെ ഇളകി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കാക്കയൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ടോ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ താമര അത്യാവശ്യം ലീഫുകളൊക്കെ ഒന്ന് വന്ന് ഒരു 5-6 ലീഫൊക്കെ ആയതിനു ശേഷം നമുക്ക് ഓരോ 15 ദിവസം കൂടുമ്പോഴും 1 ടേബിൾ സ്പൂൺ ഡാപ്പ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലുപൊടി, ഡാപ്പ് എന്തായാലും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ പൂക്കളൊക്കെ തരാൻ നല്ലത് കേട്ടോ, പെട്ടെന്ന് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരും. അപ്പോൾ DAP ഡാപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ആ ഒരു വളം അല്ലെന്നുണ്ടെങ്കിൽ എല്ലുപൊടി നമ്മൾ 1 ടേബിൾ സ്പൂൺ പേപ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയിലോ പൊതിഞ്ഞ്, ഞാൻ സാധാരണ നോർമലായിട്ട് പേപ്പറിലാണ് കേട്ടോ പൊതിയുന്ന, പേപ്പറിൽ പൊതിഞ്ഞ് നേരെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ കുഴിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതിയേ. പിന്നെ ഇനി ഞാൻ അതിലേക്ക് മീനിനെ പിടിച്ചിടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ആണ്. ഇത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് നട്ടൊരു ലോട്ടസാണ് കേട്ടോ, കർണയെന്ന് പറയുന്ന ലോട്ടസാണ്. അപ്പോൾ അതിലൊരുപാട് ഫ്രിഡ്ജ് ബോക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഗപ്പി സാരിയാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് മീനിനെ കൂടെ നമുക്ക് പിടിച്ചിടണം, കാരണം കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അതിനകത്ത് മീനിടുക എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂത്താടി വളരും. അതുപോലെ തന്നെ നന്നായിട്ട് നല്ലപോലെ വളരുന്ന ഒരു താമരയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കലും കൂത്താടി ഉണ്ടാവത്തില്ല കേട്ടോ. ഇത് ഹെൽത്തി ആയിട്ടുള്ള താമര അല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അതിനകത്ത് കൂത്താടി വരിക. എന്നാൽ നമ്മുടെ താമര ആദ്യം നടുന്ന സമയത്തൊക്കെ കൂത്താടി വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആദ്യം തന്നെ മീനിനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ആ ടബിനകത്തേക്ക് നമ്മൾ ആ മീനിനെ ഇട്ട് കൊടുത്തോട്ടോ. ഒരു 3-4 മീനുണ്ടായിരുന്നേ.
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അസോളയാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മളെപ്പോഴും താമര വെക്കുക, എങ്കിൽ മാത്രമേ പൂക്കളുണ്ടാവും. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഒരു 3-4 വെറൈറ്റി ആയിട്ടുള്ള അസോളകളുണ്ട് കേട്ടോ. ഇത് ഒരു വെറൈറ്റി, അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചതെല്ലാം ഓരോ വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ അതിലേതെങ്കിലും ഒരു വെറൈറ്റി അസോള നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകാതിരിക്കാനും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ അസോള മാത്രം, ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു അസോള മാത്രം വാരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് അസോള വെച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് അതങ്ങ് പടന്നു പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അസോള ഇടുന്നത് പോലെ തന്നെ അസോള ഒരുപാട് അങ്ങ് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ അങ്ങ് വാരി മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം വാരി നമ്മുടെ ചെടിക്കൊക്കെ ഇടാം, ചെടിക്കൊക്കെ നല്ല വളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താമര നടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ താമര നടുമ്പോൾ കെയർ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അസോളയൊക്കെ ഉറപ്പായിട്ട് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മീനിനെ അല്ലെങ്കിൽ കൂത്താടിയൊക്കെ ഇഷ്ടം പോലെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ ബൈ.